യേശുവിൽ സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, പുതിയൊരു പ്രഭാതത്തിനായിട്ട് നമ്മൾക്ക് ദൈവത്തിന് നന്ദി പറയാം. എനിക്കെതിരെ ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ? ആഭിചാരം ചെയ്തിട്ടുണ്ടോ? ശത്രുക്കൾ എന്നെ പിന്തുടരുന്നുണ്ടോ? എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി ലോകത്തിൻ്റെ മുന്നിലും കർത്താവിൻ്റെ മുന്നിലും നിൽക്കുന്ന എല്ലാവർക്കും ദൈവം നൽകുന്ന തിരുവചന ഭാഗമാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മൾക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു ദിവസം കൂടി യേശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 17-ാം തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവ് വളരെ വ്യക്തമായിട്ട് പ്രസ്താവിക്കുകയാണ്. നിന്നെ ഉപദ്രവിക്കുവാൻ, നിന്നെയോ നിന്റെ കുടുംബത്തെയോ നിന്റെ ബിസിനസ്സിനെയോ നിന്റെ മക്കളെയോ നിന്റെ വസ്തുവകകളെ എന്തിനേയും ഉപദ്രവിക്കുവാൻ ആരെങ്കിലും ഉണ്ടാക്കിയിരിക്കുന്ന ആയുധം, അതെന്തായുധങ്ങളായാലും, അത് നാവുകൊണ്ട് പോലുമാണെങ്കിലും, അത് നിനക്കെതിരെ ഫലപ്രദമാവുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്. ഈ തിരുവചനം വെച്ച് മക്കളെ, നിങ്ങൾ ഭയം കൂടാതെ ഈ തിരുവചനം, ബൈബിള് നിങ്ങളെ കൈകളിൽ എടുത്തുകൊണ്ട് ഈ തിരുവചനം നിങ്ങളുടെ ഭവനത്തിൽ പ്രഘോഷിക്കുമ്പോൾ, നിങ്ങളുടെ ബിസിനസ്സിൽ പ്രഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കർത്താവിൻ്റെ സംരക്ഷണം ലഭിക്കുകയാണ്. നിനക്കെതിരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നീ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരായുധവും നിനക്കെതിരെ ഫലപ്പെടുത്തില്ലാത്ത രീതിയിൽ, അതെല്ലാം തകർന്നു പോകുന്ന രീതിയിൽ ഈ തിരുവചനം നിങ്ങളുടെ ഭയത്തെ മാറ്റും. ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ നിനക്കെതിരെ ചെയ്തിരിക്കുന്ന ഏത് കാര്യവും തകർന്ന് തരിപ്പണമാവും. നിന്റെ ശത്രുവിന് ഒരിക്കലും ജയിക്കുവാൻ സാധിക്കാത്ത വിധം ഈ തിരുവചനം നിന്നെ ശക്തനാക്കും. ഭയം കൂടാതെ നിന്നെ സ്നേഹിക്കുന്ന പിതാവായ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇന്നു മുതൽ ബൈബിൾ നമ്മൾക്ക് കൈകളിലേന്തി ആ തിരുവചനങ്ങൾ നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് വായിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണുവാൻ സാധിക്കും. നിങ്ങൾക്കെതിരെ ഉള്ള എല്ലാ ആയുധങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈശോ മിശിഹ ഇന്നത് തകർത്തെറിഞ്ഞ് നിങ്ങൾക്കൊരു പുതിയ ജീവിതം, പുതിയൊരു അഭിവൃദ്ധിയുടെ, സംതൃപ്തിയുടെ ജീവിതം തരട്ടെ എന്ന് ഈശോ മിശിഹായിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.